അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായത് പക്ഷി ഇടിച്ചതുമൂലമല്ലെന്ന് റിപ്പോർട്ട്. DGCയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ന്യൂസ് 8 കിട്ടി. അമിത ഭാരമാണ് അപകട കാരണമെന്ന സൂചനകൾ അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങൾ തള്ളുന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാവുക എന്നത് അസംഭവ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയും DGCയെ പ്രാഥമിക റിപ്പോർട്ടിൽ തള്ളിക്കളയുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. ബ്ലാക്ക് ബോക്സ് ഡേറ്റ പരിശോധനയിലൂടെയായിരിക്കും വിമാന ദുരന്തത്തിലേക്ക് നയിച്ച ശരിയായ കാരണങ്ങൾ കണ്ടെത്തുക. കിരൺ ബാബു വിവരങ്ങളുമായി. കിരൺ, എന്താണ് കാരണം എന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഉയർന്ന പലതരം സാധ്യതകളിൽ പക്ഷി ഇടിച്ചു, അമിതഭാരം, ഇത്തരം സാധ്യതകൾ പൂർണ്ണമായി തള്ളുന്നതാണോ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്? എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? ശ്രീജ, വിമാന ദുരന്തത്തിൽ പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. DGCയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ന്യൂസ് 8 ലഭ്യമായിരിക്കുന്നത്. അതനുസരിച്ച് പക്ഷിയുടെ ഇന്നലെ DGCയെ നൽകിയത് പക്ഷി ഇടിച്ച് ആണ് അപകടമുണ്ടായത് എന്നുള്ള ഒരു സൂചനയായിരുന്നു അവരുടെ ആദ്യത്തെ റിപ്പോർട്ട്. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ട് ആ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. കാരണം പക്ഷി ഇടിച്ചാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ഉള്ള അപകടത്തിന്റെ സാധ്യതകൾ ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു സാധ്യതയെ പൂർണ്ണമായും ഈ പ്രാഥമിക റിപ്പോർട്ട് തള്ളിക്കളയുന്നു. അതോടൊപ്പം തന്നെ വിമാനത്തിന് ഭാരക്കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് വിമാനത്തിന് മുകളിലേക്ക് ഉയരാനുള്ള കഴിയാതെ പോയത്, അമിതമായ ഭാരമുണ്ടായിരുന്നു എന്ന തരത്തിലും ഒക്കെ ചില റിപ്പോർട്ടുകളും സംശയങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതും പൂർണ്ണമായും തള്ളിക്കളയുന്നു. വിമാനത്തിൽ ഒഴിഞ്ഞ സീറ്റുകൾ ഉണ്ടായിരുന്നു. വിമാനത്തിന്റെ ടോട്ടൽ ഭാരം വിമാനത്തിൽ സാധാരണഗതിയിൽ വഹിക്കുന്നതിലും അധികം ഭാരം അതിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അനുവദനീയമായ ഭാരത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല എന്നതും കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊന്ന്, ഈ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായി, അങ്ങനെയാണ് വിമാനം തകർന്നത് എന്നുള്ള റിപ്പോർട്ട്. അങ്ങനെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യത അത് 1 ബില്യണിൽ 1 മാത്രമാണ് എന്നൊക്കെ നേരത്തെ തന്നെ ഈ രംഗത്തെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനെ പൂർണ്ണമായും സ്വാധീനിക്കുന്ന തരത്തിലാണ് പ്രാഥമികമായ വിലയിരുത്തൽ. 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യത പൂർണ്ണമായും അവർ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരേ സമയം 2 എഞ്ചിനും പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയും തള്ളിപ്പറയുന്നു. അതോടൊപ്പം തന്നെ പൈലറ്റിന്റെ പിഴവും ഇതുവരെ ലഭ്യമായ പുറത്തു വന്ന വിവരങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിൽ പൈലറ്റിന് ഏതെങ്കിലും തരത്തിൽ പിഴവുണ്ടായതായും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും അന്വേഷണ റിപ്പോർട്ടിൽ ഏറ്റവും ഇന്നലെയൊക്കെ DGCയുടെ ഭാഗത്തു നിന്ന് വന്ന ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്ന് വന്ന ആദ്യത്തെ വിവരം ഇത് പക്ഷിയിടിച്ച് 2 എഞ്ചിന്റെയും ടർബൈനുകൾ തകർന്ന് ഉണ്ടായ അപകടമാവാം എന്നുള്ളൊരു സൂചനയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ വിമാനം തകർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അതിന്റെ വീഡിയോ അടക്കം പരിശോധിച്ചതിൽ നിന്നും മറ്റു വിവരങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്നും അത് അല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ ഈ വിമാനാപകടത്തിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനുള്ള കഴിയുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഇന്ത്യ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും റോയിട്ടേഴ്സ് അടക്കമുള്ള ഏജൻസികളൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സിന്റെ പൂർണ്ണമായും 2 ഭാഗവും, ഒരു ഭാഗം വിമാനത്തിന്റെ ടെയിൽ എൻഡിലും മറ്റൊരു ഭാഗം വിമാനത്തിന്റെ മുൻവശത്തുമാണ് വെക്കുന്നത്. ടെയിൽ എൻഡിൽ പ്രധാനപ്പെട്ട ഡാറ്റ റെക്കോർഡറൊക്കെ ടെയിൽ എൻഡിലാണ് വെക്കുന്നത്. കാരണം വിമാന അപകടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന 90% വിമാന അപകടങ്ങളിലും ഏറ്റവും കുറവ് അപകടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ തകരാതെ നിൽക്കുന്ന ഭാഗം വിമാനത്തിന്റെ വാലിന്റെ ഏറ്റവും പുറകിലുള്ള ഭാഗമാണ്. ആ ഭാഗത്താണ് ഈ പ്രധാനപ്പെട്ട ബ്ലാക്ക് ബോക്സ് എന്നൊക്കെയാണ് പേര് എങ്കിലും ബ്ലാക്ക് അല്ല, അതിന് നിറം ഓറഞ്ച് നിറമാണ്, അല്ലെങ്കിൽ കടും മഞ്ഞയോ ഓറഞ്ച് നിറമാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് നിറമാണ് സാധാരണഗതിയിൽ മഹാഭൂരിപക്ഷം ഈ ബ്ലാക്ക് ബോക്സിലും ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് ബോക്സ് എന്ന പേര് ഇപ്പോഴും തുടരുന്നു എന്നത് മാത്രമാണ്. ആ ഒരു പ്രയോഗം കൊണ്ടാണ് അത് യഥാർത്ഥത്തിൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ആണ്. ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിന് അത് കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റിന്റെ മറ്റ് 80 ടൈപ്പ് പാരാമീറ്റേഴ്സാണ് ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഫ്ലൈറ്റിന്റെ വേഗത, എഞ്ചിന്റെ ആക്സിലറേഷൻ, അങ്ങനെ ആ സമയത്ത് എത്ര ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, ഏത് ഹൈറ്റിൽ നിന്നാണ് ഇത് ഉയരത്തിലേക്ക് മാറുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പൈലറ്റ് ചെയ്തത്, വിമാനത്തിന്റെ യന്ത്രങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ആ സമയത്ത് പ്രവർത്തിച്ചത്, ഓരോന്നിൻ്റെയും പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നത് മുതൽ പൈലറ്റുമാരുടെ വോയിസ് റെക്കോർഡർ, പൈലറ്റുമാർ സംസാരിച്ച വിവരങ്ങളാണ്. പരസ്പരം പൈലറ്റുമാർ കോക്പിറ്റിൽ സംസാരിക്കുന്ന എല്ലാ വിവരങ്ങളും പൂർണ്ണമായി തന്നെ റെക്കോർഡ് ചെയ്യപ്പെടും. ആ വിവരങ്ങളും എല്ലാം അടങ്ങുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ പരിശോധനയ്ക്ക് നോർമൽ കേസിൽ തന്നെ ഏകദേശം 1 മാസത്തോളം, 15 ദിവസം മുതൽ 1.5 മാസം വരെയാണ് ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയാലും അതിൻ്റെ ഡാറ്റകൾ പരിശോധിച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഈ ബ്ലാക്ക് ബോക്സിൻ്റെ നിർമ്മാണം തന്നെ ആ തരത്തിലാണ്. എത്ര വലിയ സ്ഫോടനം ഉണ്ടായാലും, എത്ര വലിയ തീപിടുത്തം ഉണ്ടായാലും, ഇനി എത്ര വലിയ കൊടും തണുപ്പിലേക്ക് വീണുപോയാലും, ഇനി ആഴത്തിലേക്ക് വീണുപോയാലും ഒന്നും
കടലിൻ്റെ ഏറ്റവും വലിയ ആഴത്തിൽ വീണുപോയാലും ഒന്നും ഈ ബ്ലാക്ക് ബോക്സ് നശിക്കില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് ബോക്സ് കവർ ചെയ്തിരിക്കുന്നത് പ്ലാറ്റിനം കൊണ്ടും സ്റ്റീൽ കൊണ്ടുമാണ് കവർ ചെയ്തിരിക്കുന്നത്. പ്ലാറ്റിനത്തിൻ്റെ സ്റ്റീലിൻ്റെയും ഈ ചൂടിലൊന്നും ഉരുകാത്ത രീതിയിൽ അല്ലെങ്കിൽ തകർന്നു പോകാത്ത രീതിയിലുള്ള പ്രത്യേകമായി തയ്യാറാക്കുന്നതാണ് ഇതിൻ്റെ ആവരണം. ആ ആവരണത്തിലാണ് ഈ ബ്ലാക്ക് ബോക്സ് ഈ ഉപകരണങ്ങൾ ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങൾ തകർന്നു പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വിമാനത്തിൻ്റെ ഏറ്റവും പുറകിലത്തെ ഭാഗത്താണ്. ഇവിടെ ആയാലും കണ്ടാൽ നമുക്കറിയാം വിമാനത്തിൻ്റെ ഏറ്റവും പുറകിൽ ഇരിക്കുന്ന ഭാഗത്ത് തീ പിടിക്കാനുള്ള സാധ്യതയുമൊക്കെ സാധാരണ ചിറകിൻ്റെ അവിടുത്തെ മുൻവശത്ത് എഞ്ചിനും ചിറകിൻ്റെ താഴെയുമൊക്കെ ആയിട്ടാണ് ചിറകിലാണ് വിമാനത്തിൻ്റെ ഇന്ധനം വരുന്നത്, ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആ മുൻവശവും പകുതിക്ക് മുൻവശത്തായിരിക്കും കൂടുതൽ അപകടങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള വലിയ പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടാകുന്നത്. പിൻവശത്ത് അത് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഭാഗം അവിടെയാണ് വെക്കുന്നത്, ഒരു ഭാഗം മുന്നിലുമാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ രണ്ടും കൂടെ ചേരുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായി എല്ലാ ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. റോയിറ്റേഴ്സാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഔദ്യോഗികമായി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കിട്ടിയെന്നത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ബ്ലാക്ക് ബോക്സിൻ്റെ ഒരു ഭാഗങ്ങൾ വന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. ആ ഓറഞ്ച് കളറിലുള്ള ബോക്സൊക്കെ നമുക്കിപ്പോൾ സ്ക്രീനിൽ തന്നെ കാണാം. ആ ഓറഞ്ച് കളർ കാണുന്നത് ആ ബോക്സാണ്. ആ ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ 80 പാരാമീറ്റേഴ്സ് ഉള്ളത്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ബോക്സിനുള്ളിൽ ഒരു ലൊക്കേറ്റർ കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കടലിൻ്റെ ആഴത്തിലേക്ക് ആണ് ഇത് വീണു പോകുന്നതെങ്കിൽ അത് എവിടെയാണ് എന്നത് കണ്ടെത്താൻ സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഒരു ലൊക്കേറ്റർ കൂടി ഉൾപ്പെടുന്നതാണ് ഈ ബ്ലാക്ക് ബോക്സ്. അതുകൊണ്ട് എത്ര വലിയ അപകടമായിക്കോട്ടെ, ആ അപകടത്തിൽ എത്ര വലിയ തീപിടുത്തമായിക്കോട്ടെ, എത്ര വലിയ സ്ഫോടനമായിക്കോട്ടെ, പക്ഷേ ഇത് തകരാതെ തന്നെ നിൽക്കും. ആ തരത്തിലാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇനി ഇത് കൃത്യമായി പരിശോധന നടത്തണം. അത് ഈ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ, അതോടൊപ്പം തന്നെ ഈ കോക്പിറ്റിൻ്റെ വോയിസ് റെക്കോർഡർ CVR FDR എന്നാണ് ഇതിനെ രണ്ടിനും പറയുന്ന. മറ്റൊന്ന് ഫ്ലൈറ്റിൻ്റെ വീഡിയോ റെക്കോർഡറാണ്. അതും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നിർണായക വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഈ വിമാനത്തിലെ ഉപകരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനമാണ്. നശിച്ചു പോകാൻ സാധ്യതയില്ലെങ്കിൽ പോലും അത് കൃത്യസമയത്ത് കണ്ടെത്തുകയും അത് വിശകലനം ചെയ്തുകൊണ്ട് എന്തായിരുന്നു അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോൾ പ്രാഥമികമായി പറഞ്ഞു കേട്ടിരുന്ന 2 കാരണങ്ങൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് പക്ഷി ഇടിച്ചു, രണ്ടാമത്തേത് അമിതഭാരം ഉണ്ടായി കാണാം. ഈ 2 കാരണങ്ങളും തള്ളിക്കളയുകയാണ് DGCയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഇനി എന്താണ് യഥാർത്ഥ കാരണം? അത് ഒരുപക്ഷെ ഈ ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ റെക്കോർഡിങ്ങുകൾ പരിശോധിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ അറിയാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളിലേക്ക് പോകാം. കിരൺ ബാബുവാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.